ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നല്ല വെയിലാണ് ഇന്ന്, ചൂട് പറയണ്ട. അപ്പോൾ ഷഹൽ ഒരുങ്ങി നിൽക്കുന്നത് എന്താണെന്ന് വിചാരിക്കണ്ട. ഞങ്ങൾ അടുത്ത വീട്ടിലൊരു കല്യാണം തലേ ദിവസമായിരുന്നു. അപ്പോൾ അവർ അമ്പലത്തിൽ വെച്ചിട്ടാണ് താലി കെട്ടുന്നത്. അപ്പോൾ തലേ ദിവസം നമുക്കുള്ളൊരു പരിപാടി വെച്ചത്. അങ്ങനെ ഞങ്ങളിതാ പോവാനിറങ്ങി കേട്ടോ. അങ്ങനെ അപ്പോൾ മൊയ് കൊടുക്കണമല്ലോ, അതായത് കവർ വെക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ പീടിയൊക്കെ വന്നതാണ്. അപ്പോൾ 3-4 കവറുണ്ട്. അപ്പോൾ അടുത്തുള്ളവർക്കും കൂടി വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതും വാങ്ങി നേരെ 2 മുട്ടായി വാങ്ങി സീതക്കിഞ്ഞ്. അപ്പോൾ നേരെ പോവുക അവരെ വീട്ടിലേക്കാണ് കേട്ടോ. തൊട്ടടുത്ത് തന്നെയാണ്, ദൂരമൊന്നുമല്ല. ഇനി ഇതെല്ലാം ഒന്ന് പേരെഴുതി കവർ വെച്ച് പൈസ വെച്ചാൽ കൊണ്ടുപോയി അവിടെ കൊടുക്കുക. പിന്നെ അവിടുത്തെ കല്യാണം കാണാനൊരു ഭംഗിയാണ് കേട്ടോ. അവർക്ക് ഒരുപാട് ശാസ്ത്രങ്ങളെല്ലാം ഉണ്ടാവും. പിന്നെ അവരെ ഈ ഒരു സംഭവം നിങ്ങളുടെ നാട്ടിലുണ്ടോ? ഇങ്ങനെ മാവിൻ്റെ ഇലയിലുള്ള ഒരു ഡെക്കറേഷൻ കാണലുണ്ട് കേട്ടോ. അത് ഏത് സ്ഥലത്തും അവരെ എന്തെങ്കിലും ഒരു ആചാരമായിരിക്കാമെന്ന് വിചാരിക്കുന്നത്. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അങ്ങനെ അതാ പെണ്ണ് ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഓളും നല്ല വർത്തമാനത്തിലായിരുന്നു. നല്ല ഫസ്റ്റ് എത്തിയിട്ടുണ്ടായി. ഞാൻ പിന്നെ ഷാലിൻ്റെ വർക്ക് കഴിയാൻ കാത്തതാണ്. അങ്ങനെ ഞങ്ങൾ ഉള്ളിലെല്ലാം പോയി ഇതാ ഇവരെല്ലാം കണ്ട് വർത്തമാനം പറഞ്ഞു. അങ്ങനെ ഭക്ഷണത്തിന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. അതുപോലെ തന്നെ അവരെ ഭക്ഷണവും ഒരു പ്രത്യേകതയുണ്ട്. പുളിച്ചാറ്, ചോറ്, ഫസ്റ്റ് അവർ ഉപ്പിട്ട്, പിന്നെ അച്ചാർ, പിന്നെ അവർ മധുരം തരും, പായസം, അങ്ങനെയൊക്കെ ഒരു കണക്കാണ് കേട്ടോ. പിന്നെയാണ് അവർ ചോറ് തരിക. അങ്ങനെ ഞാൻ പപ്പടവും ഈ പായസം ഇതെല്ലാം മേടിച്ചിട്ട് പോയി. ചോറ് പിന്നെ കേട്ടോ. അപ്പം പായസം ആ കുട്ടിക്ക് കുറച്ച് കൊടുക്കാമല്ലോ വിചാരിച്ച് അങ്ങനെ ഞാനിതാ ഇതും വാങ്ങിയിട്ട് ഇങ്ങനെ പോവുക, ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇഞ്ഞൊരു കസേര നോക്കി. അപ്പോൾ ഞങ്ങൾ ഏരിയത്തിലുള്ള ആൾക്കാർ മാത്രമായിരുന്നു, ജാസ്തി പുറത്തുനിന്ന് അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇതാ ഷാലിനോട് ഇട്ടിട്ട് കൊടുത്തതിൻ്റെ ശേഷം രണ്ടാമത് മെല്ലെ പോയി ചോറ് വാങ്ങി വന്ന കേട്ടോ. അപ്പോൾ ചോറും പച്ചക്കറി കറിയും വറവും ഇങ്ങനെയൊക്കെയാണ്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ ഉള്ളിലേക്ക് വന്നപ്പോൾ അവരെ പുതിയാപ്പിളക്ക് അവരെന്തോ ഒരു മഞ്ഞൾ, അവർ ശാസ്ത്രങ്ങൾ നടന്നുകൊണ്ടുണ്ടായി, അങ്ങനെ പറയാം. എന്തോ ഇരുത്തുന്നു എന്തോന്ന് പറയുന്നത് കേട്ട്. അപ്പോൾ അത് കുറച്ച് നേരം ഞാൻ ഇങ്ങനെ നോക്കി നിന്നു കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ടായില്ല, ഇങ്ങനെ പറയുന്നതാണ്. ഇതാണ് ഫസ്റ്റ് ടൈം കാണുന്നത്. അപ്പോൾ കുറച്ച് നേരം അവർ ഇടയിൽ പോയി വീഡിയോ എടുക്കാനൊന്നും ആയിട്ടില്ല. സൈഡിൽ നിന്ന് കുറച്ച് നേരം ഇങ്ങനെ നോക്കി വീഡിയോ എടുത്ത്. അപ്പോൾ ഈ ഒരു സമ്പ്രദായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ പെണ്ണിനെ അതേപോലെ തന്നെ ചെയ്യൂ. പക്ഷേ പെണ്ണിൻ്റെ വീഡിയോ എടുക്കാനൊന്നും ആയിട്ട് കേട്ടോ. ഷാലിന് ഭയങ്കര ചൂടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്താക്കി, അവിടുന്ന് നേരെ കവറും കൊടുത്ത് വന്നു കേട്ടോ. അപ്പോൾ ഓരോ ജാതിയിലും ഓരോ കല്യാണം എന്ന് പറയുമ്പോൾ അതിൻ്റെതായ മാറ്റങ്ങളും ഓരോ